വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ഉറങ്ങാനും പോണ സമയത്ത് വിക്രത്തിന്റെ കട്ടിലെ കയറി വേദ കിടന്നു. അതിന്റെ പേരിൽ വിക്രവും വേദയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുണ്ടാക്കുന്നുണ്ട്. വേദ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. വേദ പറഞ്ഞു, ഞാൻ വിക്രത്തിന്റെ ഭാര്യ, അപ്പൊ ഈ കട്ടിലെ കിടക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. അച്ഛമ്മേനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഭാര്യയും ഭർത്താവ് ഒന്നാന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, പിന്നെ ഭാര്യ പോലും? ആരുടെ ഭാര്യ? എന്റെ ഭാര്യയൊന്നും അല്ലെന്ന് പറയാം. എന്നിട്ടാണോ 3-4 വട്ടം എന്റെ കഴുത്തിൽ താലിയാർത്തിയ വിക്രമെന്ന് ചോദിക്കണം. വിക്രം ആകെപ്പാടൊരു നാണം കെട്ടുപോയി. ഈ സമയം വിക്രം പറഞ്ഞു, നീ അത്രയ്ക്കൊന്നും പറയണ്ടെന്ന് പറയണ. അതെന്താ? മര്യാദയ്ക്ക് നീ അങ്ങോട്ട് താഴെ ഇറങ്ങി കിടന്നാൽ മതി. ഞാൻ ആ കട്ടിലേ കിടക്കണമെന്ന് പറയാം. അല്ലേലും നിങ്ങളുടെ കൂടെ കിടക്കാനായിട്ട് ആര് വരുന്നു? അങ്ങോട്ടോ കിടന്നാലും മതി എന്ന് പറയണം. ഞാൻ താഴെ തന്നെ കിടന്നോളാന്ന് പറഞ്ഞ് വേദ എഴുന്നേറ്റു. പിന്നീട് താഴെ പോയി വീണ്ടും പാവിരിച്ച് അവിടെ തന്നെ കിടക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയം വിക്രം കട്ടിലേക്ക് ചാടി കയറിയിട്ട് വിക്രം ബെഡിലേക്ക് കിടക്കുക. എന്നിട്ട് പറഞ്ഞു, മേലാല് ഈ കട്ടിലെ കയറിയാണ്ടല്ലോ, പിന്നെ കട്ടിലെ കയറി എങ്ങനെയാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛമ്മയെ വിളിച്ച് പറയട്ടേന്ന് ചോദിക്കും. കേട്ടൻ വിക്രം പറഞ്ഞു, നിനക്കിത് മാത്രമേ പറയാനുള്ളോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവളുടെ ഒരു അച്ഛമ്മയുടെ വിളി. പിന്നെ അച്ഛമ്മ വന്ന് എന്നെ അങ്ങോട്ട് കടിയിനകത്ത് കയറ്റുമല്ലേ? ആഹാ, എപ്പോഴിങ്ങനെയൊക്കെ പറയും. അച്ഛമ്മ എങ്ങാനും വരുവാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രമിന്റെ മുട്ട് കൂട്ടി ഇടിക്കുമല്ലോ എന്ന് പറയാ. അല്ല, അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. പിന്നീട് വിക്രം ഇങ്ങനെ നോക്കി പിന്നെ വേദ ഇങ്ങനെ ഇരുന്നു. ഈ സമയത്ത് വിക്രം പറഞ്ഞു, ദേ നീ ഇനിയിപ്പം എത്ര കിടന്ന് ചാടിയെന്ന് പറഞ്ഞാലും ദേ നിന്നെ ഞാൻ അങ്ങോട്ട് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ചേട്ടൻ വേദ പറഞ്ഞു, ആര് പറഞ്ഞു ഭാര്യയായിട്ട് അംഗീകരിക്കണമെന്ന്? പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞോണ്ടേ ദേ എൻ്റെ മേലെ കുതിര കയറാൻ വന്നോണ്ടല്ലോ, പിന്നെ അത് പറ്റിയൊരു സാധനം അല്ലേന്ന് ചോദിക്കുകയാണ് വിക്രം. വേദ പറഞ്ഞു, എനിക്ക് നിങ്ങളെ നല്ല പേടിയുണ്ടെന്ന് പറയാം. ദേ ഇപ്പം തന്നെ ഞാൻ ഉറങ്ങാനായിട്ട് കിടന്ന സമയത്ത് നിങ്ങൾ എന്നെ ചെയ്യാൻ വന്നാന്ന് പറയാം. പിന്നെ ചെയ്യാൻ പറ്റിയൊരു സാധനം. ഇനി ഇപ്പം നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ ഇവിടെ 1000 വർഷം കിടന്ന് പറഞ്ഞാലും ഇത് അങ്ങനെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ലെന്ന് പറയാം. വേദി ചോദിച്ചു, സത്യമാണെന്ന് ചോദിക്കുക. സത്യമാണെന്ന് പറയണം. കൊള്ളാം, അല്ലെങ്കിലും നിങ്ങൾ പെൺവിഷയത്തിൽ പമ്പേ ഒരു പരാജയമാണെന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറയാം. അത് കേട്ടോ വിക്രത്തിന് ആകെപ്പാടെ ഒരു നാണക്കേട്. വിക്രം, നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഞാനങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ വിക്രം പറഞ്ഞു, നീ എന്നെ കളിയാക്കുമൊന്നും വേണ്ട അത്രയ്ക്ക് അങ്ങോട്ട്. പിന്നെ കളിയാക്കാനാ ഞാൻ വിക്രമിനാ? ഞാൻ അങ്ങനെ കളിയാക്കോ വിക്രം എന്നൊക്കെ ചോദിക്കണം. പിന്നീട് വേദ അങ്ങോട്ട് കിടക്കണം. ഈ സമയം വിക്രത്തിന് ഉറക്കം വന്നില്ല. അവൾ തന്നെ ശരിക്കും ഒന്ന് കളിയാക്കിയതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം അവളാണ് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവളോട് തർക്കിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നോർത്തുകൊണ്ട് വിക്രം കയറി കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ വിശ്വൻ ജോലിക്ക് പോയിട്ട് ഒരുങ്ങുകയാണ്. ആ സമയം ശ്രീജ ആഹാരമൊക്കെ വിക്രത്തിന് ചോറ് കൊണ്ടുപോകണമല്ലോ, അതൊക്കെ റെഡിയാക്കിണ്ടിരിക്കുക. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി വന്നിട്ട്, അല്ല ശ്രീജ അടുത്തി, ഇതെന്താ രാവിലെ ചോറുമ്പതിയൊക്കെ? അത് ഇന്ന് വിശ്വേട്ടൻ ജോലിക്ക് പോകണമെന്ന് പറയണം. ഓ അങ്ങനെയാണോ? അത് പിന്നെ ഒരു കാര്യമുണ്ട്, നന്ദി വേണമെന്ന് പറയണം. നന്ദി എന്തിന്? അല്ല വിനയേട്ടൻ കാരണമല്ലേ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നേ, അപ്പം അതിൻ്റെതായ നന്ദി വേണമെന്ന് പറയാം. ഓ അങ്ങനെ. പിന്നെ അറിയാലോ, എൻ്റെ വിനയേട്ടൻ അത്ര നല്ല മനസ്സായതുകൊണ്ടാണ് വിശ്വേട്ടൻ ഈ ജോലി വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയാം. ഈ പറയുന്ന വേദ ഇത്ര നല്ല ജോലി വാങ്ങിച്ചു കൊടുത്തോ? ഇല്ലല്ലോ, ഇവിടെ വേറെ എത്ര പേരുണ്ട്, എന്നിട്ട് അവർക്ക് ഇങ്ങനെയൊന്നും കാര്യം തോന്നിയില്ലോ. വേദ ഏതോ ഒരു കമ്പനി ചുമ്മാ അധികം പൈസക്കില്ലാത്തൊരു ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വിശ്വേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല, നല്ല അടിപൊളി ജോലിയല്ലേ എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ വിശ്വേട്ടൻ പോയിട്ട് വരട്ടെ, എന്നല്ല ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്ന് ചോദിക്കാം. ദേ വിശ്വേട്ടനോട് ഈ ജോലിയിൽ എങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറയണോട്ടോ എന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞാലും നന്ദിനിയുടെ മനസ്സുരുക്കുക. ദൈവമേ, എങ്ങനെയെങ്കിലും അങ്ങേര് ജോലി ഇട്ടിട്ട് പോന്നാൽ മതിയായിരുന്നു. 19,000 രൂപ മാസം ശമ്പളം കിട്ടാൻ പോന്നേ. ഈ സമയത്ത് ശ്രീജ പറഞ്ഞു, ശമ്പളം ഉണ്ട്, അതുകൊണ്ട് വിശ്വേട്ടൻ പോരുമെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, കൂടുതൽ സമയം ഓവർ ടൈം ഒക്കെ നിൽക്കുവാണെങ്കിൽ ഇൻസെൻറ്റീവും കിട്ടുമെന്നാണ് പറഞ്ഞേ. അങ്ങനെയുണ്ടോയെന്ന് ചോദിക്കും. അങ്ങനെയുണ്ട്. എന്താ നന്ദിനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കും. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെടായൊന്നുമില്ല ശ്രീജാടത്തി, പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. നന്ദിനിയുടെ ഉള്ള സമാധാനം കൂടെ പോയി. പിന്നീട് ശ്രീജ ചോറൊക്കെ എടുത്തുകൊണ്ട് നേരെ വിശ്വത്തിൻ്റെ മുറിയിലേക്ക് ഇല്ലുവാണ്. പിന്നീട് വിശ്വത്തിനോട് പറഞ്ഞു, അതേ വിശ്വേട്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ജോലിക്ക് പോകുന്നതിനും കുഴപ്പമില്ല, എല്ലാ തവണത്തെ പോലെ പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ നിർത്തിയേക്കല്ല, അവിടെ കടത്തിരുത്തും പോയി ഇരുന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് കയറിയേക്കല്ല. അറിയാലോ, ഈ തവണയും കൂടെ ഞാൻ നോക്കും. ഈ തവണ നോക്കിയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ വല്ല തൊഴിലുറപ്പിന് എന്തെങ്കിലും ഇറങ്ങുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് അതാ ജീവിക്കാൻ നല്ലത്. അപ്പം മോളെ എനിക്ക് നോക്കുകയും ചെയ്യാലോ, അല്ലാതെ വിശ്വേട്ടനെ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയണം. പാവ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഓർത്ത് നോക്കിയേ. ഇനി എത്ര കാലം അവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടാലാ? അച്ഛനാണെങ്കിൽ ഇപ്പം തന്നെ തീരെ വയ്യ. ഇപ്പോഴും അച്ഛൻ എന്നിട്ട് പറമ്പിൽ പോയി പണിയെടുക്കുന്നുണ്ട്.
അച്ഛനെങ്ങാനും വീണ് പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വിശേഷം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷം പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ല ശ്രീജയ്, ഞാൻ എന്താണല്ലോ ഈ തവണ ജോലി ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അവസാനം ശ്രീജ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് കാണാമെന്നൊക്കെ പറയണം. ഈ സമയത്ത് രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ പത്മ അടുക്കളയിലേക്ക് പോയി അങ്ങനെ ചായയൊക്കെ എടുക്കുവാണ്. ആ സമയം ശങ്കരനാരായണ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചായയൊക്കെ ഇട്ട് മുറിയിലേക്ക് വന്നപ്പോൾ ശങ്കരനാരായണ അപ്പോഴും എഴുന്നേറ്റിട്ടില്ല. ഇതിപ്പോൾ പതിവില്ലാത്തതാണല്ലോ, ഇതെന്താ ഇങ്ങനെ കിടന്ന് ഉറക്കണേന്ന് ഓർത്തുകൊണ്ട് ശങ്കരനാരായണ പോയി വിളിക്കുവാണ്. വേദയുടെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല, ഒരേ കിടപ്പ് കിടക്കണം. പെട്ടെന്ന് അവിടെ കിടന്ന് അലറി വിളിച്ചു. ഇത് ശ്രീകാന്ത് ദീപ്തി ഓടി വരാൻ പറയണ. അവരൊക്കെ അങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനക്കമില്ലാതെ ഇങ്ങനെ കിടക്കുവാണ്. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറഞ്ഞു, ഇതമ്മയെ പിടിക്കാൻ പറയണം. അപ്പോഴേക്കും മുത്തശ്ശി എല്ലാവരും കൂടെ ഒന്ന്, എന്താ മോനെ എന്താന്നൊക്കെ ചോദിക്കണം. എന്താണെന്ന് അറിയത്തില്ല, ഇതേ അച്ഛന് കിടന്ന് കിടപ്പന്നെ കിടക്കുക, അച്ഛനും വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും പിന്നീട് എല്ലാവരും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങുവാണ്. ആ സമയം ദീപ്തിക്കാണെങ്കിൽ ആകെപ്പാട്ട് ടെൻഷനായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ദീപ്തി അപ്പം തന്നെ വേദയെ വിളിക്കുകയാണ്. വേദയെ വിളിച്ചിട്ടുണ്ട്, ചേച്ചി ഒരു പ്രശ്നമുണ്ട്, അച്ഛനെന്തോ വയ്യാതായിട്ടുണ്ട്, അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോന്ന് പറയണം. ഹോസ്പിറ്റലിലേക്ക് എന്തിനാ എന്താണെന്നറിയത്തില്ല, അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അച്ഛനും വിളിച്ചിട്ടും മിണ്ടണമെന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം വേദ ഓർത്ത്, ഇനി വെറുതെ പറയുന്നതായിരിക്കോ, ചിലപ്പോൾ ഊടായി പറക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല, തന്നെ മിക്കവാറും പറ്റിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നാ കരുതിയത്. കാരണം ഒരു പക്ഷേങ്കിൽ താനം കൂടി ചെല്ലാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണെന്ന് അറിയത്തില്ലോ. പിന്നെ ദീപ്തി കോള് കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും വേദ ഓർത്ത്, ഇത് ചിലപ്പോൾ വെറുതെ ആയിരിക്കും, അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് മനസ്സ് വിചാരിക്കണം. പക്ഷേങ്കിൽ ഉണ്ടായതൊരു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു, ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആരുമായിട്ട് അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശങ്കരനാരായണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഉടനെ നേരെ ICUയിലേക്ക് പ്രവേശിപ്പിക്കുക. അപ്പം അതിനുശേഷം ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ എല്ലാവരും വിഷമിച്ചു. ശ്രീകാന്തും പത്മയെല്ലാം പുറത്ത് വയ്ക്കുകയാണ്. ഡോക്ടറോട് ചെന്തായ ഡോക്ടറെ കാര്യങ്ങൾ ഒരു കാര്യം ചെയ്ത് ഒബ്സർവേഷനിലാണ്, നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾ നോക്കുന്നതൊക്കെ പറയണം, അറ്റാക്കാണ് ഉണ്ടായെന്ന് പറയണം. അല്ല ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഒരു നിമിഷം ആലോചിച്ചിട്ട് പത്മ പറഞ്ഞേ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ദിവസം കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നെഞ്ചുവേദന വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ ഒരാഴ്ച മുമ്പ്. പക്ഷേ ശങ്കരേണ്ണ സമ്മതിച്ചില്ല എന്ന് പറയണം. ആണോ? അങ്ങനെയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് വന്നിട്ടുണ്ടായിരിക്കണം, അത് കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ടാണ്. അന്നേ ഒന്ന് ചെക്കപ്പ് നടത്തുമായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു പറയണം. നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പത്മയ്ക്ക് ആ ടെൻഷനായിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശി വന്നിട്ട് എന്തായി മോളെ കാര്യങ്ങളെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ലമ്മേ, ശങ്കരേൻ്റെ കാര്യം എടുത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ആ സമയത്ത് മുത്തശ്ശി എന്നിട്ട് ശ്രീകാന്തിനോട്, ശ്രീകാന്തെ നീ വേദയൊന്ന് വിളിച്ചു പറയാൻ പറയണം. ഇതിനോടൊപ്പം ശ്രീകാന്ത് വേദയോ, അവളെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വിളിക്കണമെന്ന് ചോദിക്കാം. എടാ നീ എന്താ പറയണേ, നിനക്കെന്താ ഒട്ടും ബോധമില്ലേ, നിന്റെ സഹോദരി അവളെന്ന് അല്ല, നിന്റെ സഹോദരിയല്ലേ അവളല്ലേന്ന് ചോദിക്കും. അതെ, സഹോദരി ബന്ധമൊന്നും ഇപ്പം ഞാൻ നോക്കുന്നില്ല എന്ന് പറയണം. എൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് ഭേദമായാൽ മതി, അതിനുശേഷമല്ലേ അവള് നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ, പിന്നെ അവൾ എന്തിനാ ഇപ്പോൾ വിളിച്ചു പറയണമെന്ന് ചോദിക്കുക. പത്മ പറഞ്ഞു, അങ്ങനെ പറയരുത് ശ്രീകാന്തെ, നീ ഒന്ന് വിളിച്ചു പറയണമെന്ന് പറയണം. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവാണ്. ആ സമയം വേദയുടെ നെഞ്ചിനകത്തൊരു പിടപ്പുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ശരിക്കും സത്യമാണോ അതോ കള്ളത്തരമാണോ ഒന്നും അറിയത്തില്ലല്ലോ. ഇനിയിപ്പം അച്ഛന് അസുഖമുണ്ടെന്ന് പറഞ്ഞ് ദീപ്തി അങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇനി പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്നൊരു സംശയം. ഇതിനു മുമ്പും ഇതുപോലത്തെ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് വേദ ഇങ്ങനെ അത്ര കാര്യമായിട്ട് അതും എടുത്തില്ല. പിന്നീട് കമല അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വേദ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വിളിച്ചിട്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യുക, മോളൊന്ന് വിളിച്ചു നോക്ക്, മോളുടെ മുത്തശ്ശിനെ ഒന്ന് വിളിച്ചു നോക്ക്, അപ്പോൾ അറിയാലോ സത്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാലോ എന്ന് പറയണം. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുകയാണ്, മുത്തശ്ശിയെ വിളിക്കുകയാണ്. മുത്തശ്ശിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശി പറയണേ ഹോസ്പിറ്റലിലാണ്, അറ്റാക്കാന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇത് കേട്ടിരിക്കുമ്പോഴത്തേനും വേദയ്ക്ക് വല്ലാത്തൊരു നെഞ്ചിടിപ്പായിപ്പോയി. താനത്ര കാര്യമായിട്ട് എടുത്തില്ലല്ലോ, അതൊക്കെ ഓർത്തപ്പോൾ വല്ലാത്ത ടെൻഷൻ. എത്രയും പെട്ടെന്ന് അച്ഛനെ പോയി കാണും എന്ന് കരുതിയിട്ട് വേദ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും കമല പറഞ്ഞൊരു കാര്യം ചെയ്യുക, നീ വിക്രത്തിനെ കൂടെ കൂട്ടി പോയാൽ മതി, തന്നെ പോകണ്ട മോളെ, വിക്രത്തിനെ കൂടെ കൂട്ടി പോകാൻ പറയണം. പിന്നീട് വിക്രത്തിനടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വിക്രത്തിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇനി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.